കൂപ്പും തടിക്കച്ചവടം ഒക്കെ ഇല്ലയോ? എന്നെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം. അവിടെ വീട് സൗകര്യം ഒക്കെ ഉണ്ടെന്നില്ലേ പറഞ്ഞേ? എടി അതൊക്കെ ഉരുൾപൊട്ടി അങ്ങ് പോയി, മൊത്തം ഒലിച്ചു പോയി. എല്ലാം ഒലിച്ചു പോയി, മൊത്തം പോയി. ആ അന്നാ ഇനിയിപ്പോ ഒന്നും ഒളിക്കാല്ലോ. മോളോടെ ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളാം. എന്താ മോളെ? അങ്ങോട്ട് ചെല്ല്, ഒലിച്ചു പോയെന്ന്. മോളെന്തിനാ വിളിച്ചത്? കൊച്ചാപ്പ, നമ്മൾ എവിടെയാണെന്ന് അറിയാതെ ആ KGS സാറൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാനാണെങ്കിൽ അദ്ദേഹം അയച്ച മെയിലിന് റിപ്ലൈയും ചെയ്തില്ല. അതും പോട്ടെ, നമ്മളോട് ഇന്നാണ് സൈബർ സെല്ലിന്റെ ഓഫീസിൽ ഹാജരാവാൻ പറഞ്ഞത്. അയ്യോ എന്റെ മോളെ, ഞാനതങ്ങ് മറന്നുപോയി. ഇനിയിപ്പോ നമ്മൾ എന്തുവാ ചെയ്യുന്നേ? ഒരു കാര്യം ചെയ്യേ, നമ്മളിവിടെ കാര്യമേ ആർക്കും അറിയത്തില്ലല്ലോ. പോലീസുകാർ ആ വഴിക്ക് പോട്ടെ. കൊച്ചപ്പൻ എന്ത് മണ്ടത്തരായി പറയുന്നേ? നമ്മളെ ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് KGS സാറിന് ഒരു മെസ്സേജ് അയക്കാൻ പോകും. ആ എന്റെ മോൾ അങ്ങനെ അങ്ങ് ചെയ്യേ. നമ്മൾ ഇവിടാണെന്നുള്ള കാര്യമേ ആരും അറിയണ്ട. ആനിയും അലക്സും നിന്റെ ഭർത്താവെന്ന് പറയുന്നതിനും പിന്നെ ആ കൂട്ടുകാരെന്ന് പറഞ്ഞ സിനിമാക്കാരനും ഒക്കെ ഇല്ലയോ, ഇവരാരും അറിയരുത്. നമ്മൾ ഇവിടെയാണെന്നുള്ള ആരും അറിയത്തില്ല കൊച്ചാപ്പ. നമ്മൾ കൊടുത്തി വന്ന ഡ്രൈവറില്ലേ, അയാളോട് എന്തെങ്കിലും പറഞ്ഞോ? അവൻ നമ്മുടെ കൊച്ചനല്ലയോ, അവൻ ആരോടും പറയത്തില്ല. എന്നാ കൊള്ളാം, ഞാൻ മെസ്സേജ് അയക്കട്ടെ. ഒന്നിഞ്ഞു വന്നേ, വാ. എടി എടി എന്തുവാ? അപ്പൊ ശരിക്കും മുങ്ങി വന്നേ അല്ലേ? എടി സുചു, ഞാൻ നിന്നോട് കൊച്ചിന്റെ കാര്യം എല്ലാം പറഞ്ഞതല്ലയോ? അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ ഒളിച്ചളിയ. വീട്ടുകാരായിട്ടൊക്കെ പ്രശ്നമാ. അപ്പൊ പിന്നെ നമ്മുടെ ഈ ഒളിച്ചളി അങ്ങ് അവസാനിപ്പിച്ചാലോ? എടി സുചു, അങ്ങനല്ല. ആൻസിമോടെ ഭർത്താവേ വലിയ പ്രശ്നമാണ്, കേസ് നടക്കുക. മോൾ ഉറങ്ങിയല്ലോടാ. അമ്മേ, ആമിക്ക് ഇവിടെ നിക്കണ്ടെന്നാ പറയുന്നേ. ഭയങ്കര കരച്ചില്ല, നിക്കാൻ ഇഷ്ടമല്ലെന്ന്. നമ്മളിനി ഇവിടെ തന്നെയാണോ അമ്മേ? വേറെ വീടൊന്നും കിട്ടത്തില്ലേ? കൊച്ചാപ്പൻ അന്വേഷിക്കുന്നുണ്ട് മോനെ. നമ്മൾ എന്തിനാ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? ഞാൻ പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് പോവായിരുന്നല്ലോ. അതല്ലൂ, നമ്മൾ അവിടെ നിന്നാ ശരിയാവത്തില്ല. അവിടെ ആനിക്കുഞ്ഞമ്മയും അലക്സച്ചായനൊക്കെ ഇല്ലേ, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ സ്ഥലം വേണ്ട അമ്മേ, ഇവിടെ ലോക്കൽ പിള്ളേരൊക്കെയാ. എനിക്ക് അതൊരു കുഴപ്പമില്ല. 1-2 ദിവസം കൊണ്ട് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യാം. കിടക്ക മോളെ. അയ്യോ, ഇതെന്ത് താഴെ കിടക്കുവോ മക്കളെ? അവിടെ പോയി കട്ടില കിടന്നുകൂടായിരുന്നോ? ഞാനിവിടെ മോളുടെ കൂടെ കിടന്നോളാം ചേച്ചി. പിന്നെ അത് കൊച്ചാപ്പന്റെയും മുറിയല്ലേ. ബെസ്റ്റ്. അച്ചായനെ പുറത്തെ കയറുകട്ടിലും വലിച്ചിട്ട് മലന്ന് കടന്ന് നക്ഷത്രം എണ്ണി കിടപ്പാ. പോരാങ്കിൽ അപ്പുറത്തെ കുറെ കള്ളുടിയന്മാരും ഉണ്ട് കൂട്ടിന്. ആ പത്മനാഭ, ഈ കുഴിമതിക്കാട് എന്ന് പറഞ്ഞ സ്ഥലം എവിടെ? കുഴിമതിക്കാടോ? എന്താ സാറേ? അല്ല, ആൻസിയുടെ ഒരു മെസ്സേജ് വന്നു. അത് കൊല്ലം റൂട്ടിൽ എവിടെയാണെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കട്ടെ സാറേ. ആ പെട്ടെന്ന് വേണം. ഓക്കെ സാർ.